നമസ്കാരം. ആരോഗ്യരംഗത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളൊരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഏത് കരിയറിലാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെയധികം മാനസിക സമ്മർദ്ദം ഉണ്ടാകാറുണ്ട്. നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. അത്തരത്തിൽ നമ്മളുടെ കൃത്യമായിട്ടുള്ള ഒരു കരിയർ തിരഞ്ഞെടുക്കാൻ നമ്മൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകേണ്ടതുണ്ടോ? ഇന്ന് നമ്മൾ ആരോഗ്യരംഗം ചർച്ച ചെയ്യുന്നത് കരിയർ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്ന വിഷയമാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് അയ്യന്തോൾ VJ ഇക്കിഗായ് സെന്റർ ഫോർ കൗൺസിലിംഗ് ആൻഡ് തെറാപ്പിയിലെ സൈക്കോളജിസ്റ്റ് മിനി. മാം നമസ്കാരം, ആരോഗ്യരംഗത്തിലേക്ക് സ്വാഗതം. മാം, ഇപ്പോൾ കരിയർ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിർണായകമായിട്ടുള്ളൊരു ഘട്ടമാണ് ഒരു കരിയർ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ഒരു കരിയറിലേക്ക് ജോയിൻ ചെയ്യുക എന്നുള്ളത്. അതാണ് എപ്പോഴും വലിയൊരു മാനസിക സമ്മർദ്ദത്തിലേക്ക് ഇടവരുത്തുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു കരിയർ, അതെങ്ങനെയാണ് നമ്മൾ ആ ഒരു കരിയറിലേക്ക് എത്തേണ്ടത്? അതായത് ഒരു വ്യക്തിയുടെ കരിയർ എന്ന് പറയുന്നത് ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിത വിജയത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി, അതായത് അദ്ദേഹത്തിൻ്റെ തൊഴിൽ അല്ലെങ്കിൽ പ്രവർത്തന മേഖല, ഇതാണ് കരിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കരിയർ നിർദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെ വിദ്യാഭ്യാസ യോഗ്യത, അദ്ദേഹത്തിൻ്റെ സ്കില്ലുകൾ, അദ്ദേഹത്തിൽ ആർജിതമായിട്ടുള്ള മറ്റു കഴിവുകൾ, അദ്ദേഹത്തിൻ്റെ അഭിരുചി, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നല്ലൊരു കരിയർ അവിടെ സജ്ജമാവുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് കരിയർ ഒരു സ്ട്രെസ്സിലേക്ക് വഴിതെക്കുന്നത് എന്നാണ്. അപ്പോൾ അതായത് യോജിച്ച ഒരു കരിയർ നമുക്ക് സെലക്ട് ചെയ്ത് അതിലൂടെ മുന്നേറാൻ സാധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ വലിയ മാനസിക സംഘർഷങ്ങൾക്ക് കാരണമായിരിക്കും. ഇത് ഇപ്പോൾ പറയുമ്പോൾ ഞാൻ ഒരു ബുക്കിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് 1940കളിൽ എഴുതപ്പെട്ട ഒരു ബുക്കുണ്ട്, ദ ആനിമൽ സ്കൂൾ എന്നാണ് അതിൻ്റെ പേര്. അത് ഒരു ഡോക്ടർ ജോർജ് റാവിസ് എന്ന് പറയുന്ന ഒരു വ്യക്തി രചിച്ചിട്ടുള്ളതാണ്. ഈ ആനിമൽ സ്കൂൾ എന്ന് പറയുന്ന ഈ ബുക്കിലെ പ്രതിപാദ്യം, അത് സ്കൂളിലെ വിദ്യാർത്ഥികളെല്ലാം വളരെ സിംബോളിക്കലായിട്ട് ആനിമൽസിനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സ്കൂളിലെ വിദ്യാർത്ഥികളായിട്ടുള്ള ആനിമൽസിൽ ഡക്കിനെ, താറാവിനെ നിർബന്ധമായിട്ടുള്ള മരം കയറുവാനായിട്ട് പഠിപ്പിക്കുകയാണ്. അതുപോലെ മങ്കീസിനെ നീന്താനും പഠിപ്പിക്കുന്നു. ടോട്ടലി ഒരു കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള രീതിയിലുള്ള ഒരു പഠനമാണ് ഇവിടെ നടക്കുന്നത്. അവർ ചെയ്യുന്ന പ്രവൃത്തിയാണല്ലോ അവരുടെ കരിയർ. അപ്പോൾ ഒട്ടും സ്യൂട്ടബിൾ ആകാത്ത ഒരു കരിയർ വ്യക്തികൾക്ക് നിർദ്ദേശിക്കുന്നതിനെ കുറിച്ചാണ് ആ ഒരു പുസ്തകത്തിൽ പ്രതിപാദ്യം. അപ്പോൾ അങ്ങനെ നമുക്ക് യോജിക്കാത്ത ഒരു കരിയർ നമ്മൾ സെലക്ട് ചെയ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അത് ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാകുമ്പോൾ, നമുക്ക് ജീവിതത്തിൽ വിജയം കണ്ടെത്താനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുവഴി നമ്മുടെ ലൈഫിൽ സ്ട്രെസ് ഫാക്ടർ കൂടുകയും അത് നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും ബാധിക്കാനും ഇടയുണ്ട്. അതുകൊണ്ട് എപ്പോഴും അനുകൂലമായിട്ടുള്ള കരിയർ സെലക്ട് ചെയ്യുന്നതാണ് ഒരു ഹെൽത്തി ലിവിങ് കണ്ടീഷന് ആദ്യമായിട്ട് വേണ്ടത്. കരിയർ എന്ന് പറഞ്ഞാൽ പലപ്പോഴും അവർ സ്വയം ഏത് കരിയർ കണ്ടെത്തണം എന്നുള്ള ഒരു ധാരണക്കുറവ് പലരിലുമുണ്ട്. കരിയർ എന്താണെന്ന് പോലും തിരിച്ചറിയാത്തവരുണ്ട്. അപ്പം മാം, എന്താണ് കരിയർ? കരിയർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രവർത്തന മേഖല, നമ്മൾ ജീവിതത്തിലേക്ക് മുന്നേറാനായിട്ട് എന്ത് പ്രവൃത്തി സെലക്ട് ചെയ്യുന്നുവോ അതാണ് കരിയർ. ഇപ്പോൾ കരിയർ സെലക്ട് ചെയ്യുന്നതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കരിയർ സെലക്ട് ചെയ്യുന്നതിൽ നമ്മുടെ പേഴ്സണാലിറ്റി, അതായത് നമ്മുടെ വ്യക്തിത്വം വളരെ പ്രധാനപ്പെട്ട ഒരു റോള് കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തികളിലും അവരുടെ വ്യക്തിത്വങ്ങൾ വളരെ വ്യത്യസ്തങ്ങളായിരിക്കും. അതായത് നമ്മൾ ഫേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഏരിയയാണ്. ഈ ഏരിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഫേഷ്യൽ എന്ന് പറയുന്ന ഈ ഒരു ഏരിയ. അതായത് നമ്മളിലുള്ള സെൻസറി ഓർഗൻസ്, അതായത് കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഇങ്ങനെയുള്ള പഞ്ചേന്ദ്രിയങ്ങളെല്ലാം ഒരുമിച്ച് സംഗമിക്കുന്നത് നമ്മുടെ ഈ ഫേഷ്യൽ ഏരിയയിലാണ്. അപ്പോൾ നമ്മൾ പല വാക്കുകളും, ഇപ്പോൾ നേഴ്സ് എന്ന് പറയുന്നത് കുറേ വാക്കുകളുടെ ചുരുക്കത്തിലുള്ള ഒരു ഫോമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഫേസ് എന്ന് പറയുന്നതും കുറച്ച് വാക്കുകളുടെ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു ഫോമാണ്. അതായത് എഫ് എന്നത് ഉദ്ദേശിക്കുന്നത് ഫാക്റ്റാണ്, എ എന്ന് ഉദ്ദേശിക്കുന്നത് ആക്ഷൻ, സി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിലുള്ള
കോൺസെപ്റ്റുകൾ. ഇ എന്ന് പറയുന്നത് നമ്മളുടെ ഇമോഷൻസ്. അപ്പോൾ ഫാക്റ്റും ആക്ഷനും ഇമോഷനും അതുപോലെ കോൺസെപ്റ്റും ചേർന്നതാണ് ഫേസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ സാൻസ്ക്രിറ്റിൽ മുഖം എന്ന് പറയുന്നത് മലയാള വാക്കാണെങ്കിലും സാൻസ്ക്രിറ്റ് വേർഡ് തന്നെയാണ്, നമ്മൾ മലയാളത്തിൽ അത് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ എൻട്രൻസ് എന്നാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്കുള്ള എൻട്രൻസ് ആണ് അദ്ദേഹത്തിൻ്റെ ഫേസ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ഫേസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിനെ നമ്മൾ എപ്പോഴും വിലയിരുത്തുന്നത്. അതാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഈ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ നിലവിലുള്ള പല ടെസ്റ്റുകളുണ്ട്. അതിൽ ഒന്നാണ് ഫേസ് ടെസ്റ്റ് എന്ന് പറയും, ഫേസ് അസസ്മെൻറ്റ് എന്ന് പറയും. അത് വേറൊന്ന്. അതുപോലെ തന്നെ ഡോപ്പ് ടെസ്റ്റുകളുണ്ട്. അങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെ അസസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നിലവിലുള്ള ഫേസ് ടെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫേസ് എന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്നത് ഫാക്റ്റാണ്. ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ലൈഫിൽ കൂടുതലും ഫാക്റ്റുകൾക്ക് കാര്യകാരണ സഹിതം നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു, അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ള ആ ഒരു രീതി അവലംബിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഫാക്റ്റ്. അതിന് അദ്ദേഹം എന്ത് തരത്തിലുള്ള ആക്ഷൻസ് എടുക്കുന്നു. ചിലർക്ക് ഫാക്റ്റ് എന്നുള്ള ആ ഏരിയ കുറവായിട്ട് ആക്ഷൻ എന്നുള്ള ഏരിയ ആയിരിക്കും കൂടുതൽ നിൽക്കുക. അപ്പോൾ അവർ ഓരോന്നിനും പ്രവൃത്തികളായിരിക്കും അവരുടെ സ്ട്രോങ് ആയിട്ട് വരുന്നത്. വേറെ ചില ആളുകൾക്ക് കോൺസെപ്റ്റുകളായിരിക്കും, അതായത് ഐഡിയാസ്. ഇവർക്ക് ഓരോ പർട്ടിക്കുലർ കാര്യത്തിനും ഇന്ന ഐഡിയ, ഇന്നതുപോലെ എന്നൊക്കെ ചെയ്യാനും അത് ആ ഐഡിയ അനുസരിച്ച് മുന്നേറാനും കഴിയും. ചില ആളുകൾക്ക് ഇമോഷൻസ് ആയിരിക്കും. അപ്പോൾ അവർ കുറേ ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ആവോ എന്നുള്ള കുറേ രീതികൾ വെച്ചിട്ടായിരിക്കും അവർ ആ ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ടിന് ഒരുപാട് വാലിഡിറ്റി കൊടുക്കും. ഇങ്ങനെയാണ് ഒരു പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഏത് ഏരിയ, ഫാക്റ്റിലാണോ ആക്ഷനിലാണോ കോൺസെപ്റ്റിലാണോ അതോ ഇമോഷനിലാണോ ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ പോയിൻ്റ് വന്നിട്ടുള്ളത്, സ്കോർ ഏതിലാണ് വന്നിട്ടുള്ളത് എന്നതിനെ ആശ്രയിച്ചാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എങ്ങനെയാണുള്ളത്. അത് ഈ ഒരു പർട്ടിക്കുലർ വ്യക്തിത്വമുള്ള ഒരു വ്യക്തിക്ക് എന്ത് തരത്തിലുള്ള കരിയർ സെലക്ട് ചെയ്താലാണ് ഇദ്ദേഹത്തിന് ജീവിതത്തിൽ വിജയം കൈവരിക്കാനായിട്ട് സാധിക്കുക എന്നെല്ലാം തീരുമാനിക്കുന്ന ടെസ്റ്റുകളാണ്. അതുപോലെ തന്നെ ഡോപ്പ് ടെസ്റ്റും ഉണ്ട്. ഇപ്പോൾ പേഴ്സണാലിറ്റി കരിയറുമായിട്ട് അഭേദ്യമായിട്ട് റിലേറ്റഡ് ആണെന്നാണ് ഇപ്പോൾ മാം പറഞ്ഞത്. അപ്പോൾ സ്വയം പേഴ്സണാലിറ്റി തിരിച്ചറിഞ്ഞാൽ മാത്രമല്ലേ മാം അത് കരിയറിലേക്ക് നമുക്ക് ഏത് തിരഞ്ഞെടുക്കണം എന്ന് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊരു പേഴ്സണാലിറ്റി ഒരു വ്യക്തിക്ക് എങ്ങനെ സ്വയം തിരിച്ചറിയാനായിട്ട് സാധിക്കും? ഒരിക്കലും ആ വ്യക്തിക്ക് എങ്ങനെ സ്വയം തിരിച്ചറിയാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ അതിന് പരിമിതികളുണ്ട്. എപ്പോഴും ആ വ്യക്തിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ആണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി എങ്ങനെയാണെന്ന് വിലയിരുത്തുന്നത്. സ്വാഭാവികമായിട്ടും ഒരാളെ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്തുന്നത് ഒരു സൈക്കോളജിസ്റ്റ്, അതായത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു കൗൺസിലർക്കോ ഇത് വളരെ എളുപ്പത്തിൽ ഈ പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് നടത്തി ഈ വ്യക്തി ഇതിലേത് കാറ്റഗറിയിൽ നിൽക്കുന്നു എന്ന് കണ്ടെത്താനായിരിക്കും. അതിൻ്റെ മുമ്പായിട്ട് വേറെ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോപ്പ് ടെസ്റ്റാണ്. അത് 4 പക്ഷികളുടെ പേരുകളുടെ ഫസ്റ്റ് ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഇത് പറയുന്നത്. അതായത് ഡോവ്, ഓവൽ, പിന്നെ പീക്കോക്ക്, അതുപോലെ ഈഗിൾ. ഈ 4 പക്ഷികളുടെ സവിശേഷതകൾ വെച്ചിട്ടാണ് അതേ കാറ്റഗറി ഓഫ് മൈൻഡ് സെറ്റ് ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ അങ്ങനെ സ്കോറുകൾ കണക്കാക്കിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി തീരുമാനിക്കുന്നത്. ഇതെല്ലാം മാനുവലി ചെയ്യുന്ന ടെസ്റ്റുകളാണ്. ഇപ്പോൾ നിലവിൽ ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടും ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി അസസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഒരു മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അതിലൂടെ എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഡോക്ടർ ഹാവാർഡ് ഗാർഡനറുടെ ഒരു സംഭാവനയാണ് ശാസ്ത്രത്തിൽ. അതായത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഓരോ വ്യക്തികൾക്കും 8 തരത്തിലുള്ള ബുദ്ധിയാണ് പ്രധാനമായിട്ടും നിലനിൽക്കുന്നത്. അതായത് ഒന്ന് ഇപ്പോൾ ഭാഷാപരമായ ബുദ്ധി, അതായത് ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്. വേറൊന്ന് മാത്തമാറ്റിക്കൽ ഓർ ലോജിക്കൽ ഇൻ്റലിജൻസ്. മൂന്നാമതായിട്ട് വരുന്നത് റിതമിക് ഇൻ്റലിജൻസ്. 4ാമത്തെ കിനസ്തെറ്റിക് ഇൻ്റലിജൻസ്. 5ാമത് വരുന്നത് വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇൻ്റലിജൻസ്. 6ാമത് വരുന്നത് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. അതിനുശേഷം വരുന്നത് ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ്. 8ാമതായി വരുന്നതാണ് നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ്. 8 തരത്തിലുള്ള ഇൻ്റലിജൻസ് ഉണ്ട് അല്ലേ?
ഈ 8 തരത്തിലുള്ള ഇൻ്റലിജൻസ്, അതായത് ഭാഷാപരമായിട്ടുള്ള ഇൻ്റലിജൻസ് കൂടുതലുള്ള വ്യക്തികളിലേക്ക് അവർക്ക് ഇപ്പോൾ കവികൾ, എഴുത്തുകാർ, അതുപോലെ പുതിയ കാലഘട്ടത്തിൻ്റേതായിട്ട് പറയുകയാണെങ്കിൽ വ്ളോഗർമാർ, യൂട്യൂബേഴ്സ്, ഇങ്ങനെയുള്ള വ്യക്തികൾക്കെല്ലാം തന്നെ ഭാഷാപരമായിട്ടുള്ള ഇൻ്റലിജൻസ് കൂടുതലായിരിക്കും. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഭാഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം വരുന്ന തരത്തിലുള്ള കരിയർ ഇത്തരത്തിലുള്ള വ്യക്തികൾ സിലക്ട് ചെയ്യുകയാണെങ്കിൽ അവർ അതിൽ വളരെയധികം നല്ല രീതിയിൽ ശോഭിക്കാനായിട്ട് ഇടവരും. പിന്നെ പറയുന്നതാണ് മാത്തമാറ്റിക്കൽ ഓർ ലോജിക്കൽ ഇൻ്റലിജൻസ്. ഇത്തരത്തിലുള്ള വ്യക്തികളിൽ ഗണിതശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും അതുപോലെ മാത്തമാറ്റിക്കലായിട്ടുള്ള തിയറീസ് മറ്റുള്ളവരെക്കാൾ കൂടുതൽ വേഗത്തിൽ മനസ്സിലാക്കാനും പ്രാധാന്യത്തിൽ വരുത്തുവാനും ഇവരെ കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവർക്ക് ലോജിക്കലായിട്ടുള്ള ജോലികൾ, എൻജിനീയറിങ്, ടീച്ചിങ്, സയൻസ് പരമായിട്ടുള്ള രീതികളിൽ സയൻറ്റിസ്റ്റ്, ഇങ്ങനെയുള്ള പോസ്റ്റുകളിലേക്ക് ഇത്തരത്തിലുള്ള വ്യക്തികളെ നയിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ കരിയറിൽ വിജയം കണ്ടെത്താനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് വരുന്നതാണ് റിതമിക് ഇൻ്റലിജൻസ് അഥവാ മ്യൂസിക്കൽ ഇൻ്റലിജൻസ്. ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് സംഗീതപരമായിട്ടുള്ള ബുദ്ധി കൂടുതലായിരിക്കും. അവരിൽ ഗായകരുണ്ടായിരിക്കാം, അതുപോലെ മ്യൂസീഷ്യൻസ് ഉണ്ടായിരിക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഇത്തരത്തിലുള്ള ബുദ്ധിയുള്ള ഈ മ്യൂസിക്കൽ ഇൻ്റലിജൻസ് കൂടുതലുള്ള വ്യക്തികളിലേക്ക് അവരിൽ എന്തിലും ഒരു താളാത്മകത ദൃശ്യമായിട്ട് വരും. അവരെന്തും അതിൻ്റേതായ പ്രാധാന്യത്തിന് അനുബന്ധമായിട്ട് അവർ പ്രവർത്തികൾ ചെയ്യുന്ന വ്യക്തികളായിരിക്കും. ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഈ മ്യൂസിക്കൽ റിലേറ്റഡ് ആയതും അതുപോലെ തന്നെ ഇപ്പോൾ സാങ്കേതികപരമായിട്ടുള്ള ജോലികളെല്ലാം ചെയ്യുന്നത് അവർക്ക് വളരെ നല്ല കരിയറായിരിക്കും. പിന്നെ അതുപോലെയുള്ള അടുത്ത ഒരു ഇൻ്റലിജൻസാണ് കിനസ്തെറ്റിക് ഇൻ്റലിജൻസ്. ഇത് സ്പോർട്സ് കായികപരമായിട്ടുള്ള ഒരു ഇൻ്റലിജൻസാണ് കിനസ്തെറ്റിക് ഇൻ്റലിജൻസ്. ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് കൂടുതലായിട്ടും സ്പോർട്സിലൊക്കെ വളരെ നല്ല രീതിയിൽ സ്പോർട്സിൽ, ഇപ്പോൾ അതിനൊരു ഉദാഹരണമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ഇദ്ദേഹത്തിന് മറ്റുള്ള അക്കാഡമിക്കായിട്ടുള്ള റിസൾട്ടുകളൊക്കെ വളരെ പുറകിലേക്കാണെങ്കിലും കിനസ്തെറ്റിക് ഇൻ്റലിജൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു സ്പോർട്സിൽ, ക്രിക്കറ്റിൽ ഇതിഹാസമാവാനായിട്ടൊക്കെ സാധിക്കുന്നത്. ഇത്തരത്തിൽ ഇപ്പോൾ നമ്മളൊരു കുട്ടിക്ക് കിനസ്തെറ്റിക് ഇൻ്റലിജൻസാണ് മെജോറിറ്റി വന്നിട്ടുള്ളത്, പക്ഷേ സ്പോർട്സ് ആക്ടിവിറ്റീസിലൊന്നും പങ്കെടുക്കുന്നില്ല എന്ന് വെച്ചാൽ ആ കുട്ടി നല്ല ഡാൻസറായിരിക്കാം. അതുപോലെ ഇപ്പോൾ ആ കുട്ടിക്ക് ലോജിക്കൽ ഇൻ്റലിജൻസ് അതേ കോഷ്യൻസിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് ഇപ്പോൾ സയൻസ് പഠിച്ച് ഒരു സർജനായിട്ടൊക്കെ അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല ഒരു രീതിയിൽ മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കും. പിന്നീട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസാണ് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. അതായത് ഇത്തരത്തിലുള്ള ബുദ്ധിയുള്ള ആളുകൾക്ക് ഇവർക്ക് കൂടുതലായിട്ടും മറ്റുള്ളവരുമായിട്ട് സംവദിക്കുവാനും മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ ആശയവിനിമയം നടത്തുവാനും തൻ്റെ കാര്യങ്ങൾ, തന്നിലുള്ള ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനെല്ലാം വളരെ നല്ല കഴിവുണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഏറ്റവും പറ്റുന്ന കരിയറാണ് ടീച്ചിങ് ഫീൽഡായിരിക്കാം, അതുപോലെ പബ്ലിക് സ്പീക്കേഴ്സ് ആയിരിക്കാം, സോഷ്യൽ വർക്കേഴ്സ് ആയിരിക്കാം, ആങ്കറിങ് ആയിരിക്കാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇത്തരം വ്യക്തികൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഒരു ഡോക്ടറായിരിക്കാം, അതുപോലെ തെറപ്പിസ്റ്റ് ആയിരിക്കാം, കൺസൾട്ടൻ്റ് ആയിരിക്കാം. ഇങ്ങനെ ഒരുപാട് ഏരിയയിൽ ഇവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പിന്നീട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസാണ് ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ്. ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് താൻ ആരാണെന്നും തന്നിലുള്ള ആത്മാംശം എന്താണെന്നും എന്താണ് തനിക്ക് വേണ്ടത്, എങ്ങനെയാണ് താൻ മുന്നോട്ട് പോകേണ്ടത്, അതുപോലെ തന്നെ ഇവരെ സ്വയം ഒന്ന് വിചിന്തനം ചെയ്യാനും ആത്മപരിശോധന ചെയ്യാനും തൻ്റെ തെറ്റുകളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനൊക്കെ കാണിക്കുന്ന ഒരു പ്രവണത ഉള്ള വ്യക്തികളായിരിക്കും. ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് കൂടുതൽ ചേരുന്ന കരിയർ എന്ന് പറയുന്നത് ബിസിനസ് മേഖലകളായിരിക്കും. അവരുടെ അപ്പ് ആൻഡ് ഡൗൺസ് കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് നിരാശയില്ലാതെയൊക്കെ മുന്നോട്ട് പോകാനുള്ള ഒരു കോൺസെപ്റ്റ് ഇവരിലുണ്ടായിരിക്കും. അടുത്തത് വരുന്ന ഒരു ഇൻ്റലിജൻസാണ് നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ്. ഇത് കൂടുതലും പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഒരു ലിവിങ് കണ്ടീഷനാണ്. ഇവർക്ക് പ്രകൃതിയിലുണ്ടാകുന്ന പല മാറ്റങ്ങളും അതുപോലെ മൃഗങ്ങളോടും പക്ഷികളോടൊക്കെ വളരെയധികം താല്പര്യമുള്ള ആളുകളായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ജിയോളജിസ്റ്റ് ആവാം, അതുപോലെ കൃഷിയിലെ അതിൻ്റെ അഗ്രികൾച്ചർ സയൻറ്റിസ്റ്റ് അങ്ങനെയുള്ള ഏരിയയിലേക്ക് പോവാം. പിന്നെ അതുപോലെ വെറ്റിനറി ഡോക്ടർ, വെറ്റിനറി മറ്റുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് പോവാം. പിന്നെ അതുപോലെ തന്നെ
ഇത് വെതർ ഫോർകാസ്റ്റിംഗ് ഇങ്ങനെയുള്ള ഏരിയകളിലേക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ ഈ ഏരിയയിലുള്ളതാണ്. ഇത്തരത്തിലുള്ള ഓരോരുത്തർക്കും ഏതാണ് അവരുടെ ബുദ്ധി എങ്ങനെയാണ് നിൽക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് 85% ഉണ്ട്, അതുപോലെ തന്നെ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് 75% ഉണ്ടെങ്കിൽ ഈ കുട്ടിക്ക് തീർച്ചയായിട്ടും പ്രകൃതിപരമായിട്ടുള്ള കാര്യങ്ങൾ വെറ്റിനറി ഡോക്ടറാവാം, അഗ്രികൾച്ചറൽ കോഴ്സുകൾ ചെയ്യാം, അതുപോലെ കാലാവസ്ഥ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എല്ലാം പോകുന്നതിനോടൊപ്പം നല്ലൊരു ടീച്ചിങ് കരിയർ ഉണ്ടായിരിക്കും, നല്ലൊരു പബ്ലിക് സ്പീക്കിംഗ് കരിയർ ഉണ്ടായിരിക്കും. ഇങ്ങനെ പല കരിയേഴ്സും നമ്മുടെ ഈ 8 ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഓരോ വ്യക്തിയിൽ നിൽക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ടൊരു ഇൻ്റലിജൻസ് ടെസ്റ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഏത് രീതിയിലുള്ള കരിയറാണ് ഈ ഒരു വ്യക്തിക്ക് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ ഓരോ വ്യക്തികൾക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരു ജോലിയോട് ഇഷ്ടം, മാം നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ഡോക്ടർ, അതുപോലെ ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ടാവും. ആ ഇഷ്ടങ്ങൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടെസ്റ്റിലേക്ക് വരുമ്പോൾ ആ ഇഷ്ടമല്ലാതെ ഇതാണ് ഏറ്റവും ചേരുന്നത് ആ വ്യക്തിക്ക്, അങ്ങനെയാണോ അത് നിർണ്ണയിക്കുന്നത്? അപ്പോൾ അവരുടെ ഇഷ്ടം മാറ്റിവെച്ച് വീണ്ടും ഈ ടെസ്റ്റിൻ്റെ നേരെ പോകേണ്ടി വരും? ഇല്ല, ഒരിക്കലും അങ്ങനെ ഒരു ഇപ്പോൾ AI റിലേറ്റഡ് ആയിട്ടുള്ള കരിയർ ടെസ്റ്റുകൾ വരുമ്പോൾ ഒരു വ്യക്തിക്ക് കറക്റ്റായിട്ട് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കൊടുക്കും. ആ ക്വസ്റ്റ്യനെ ആ വ്യക്തി എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത്, അതിനെ ഓരോ ആൻസറിനും ഓരോ പോയിൻ്റ് വെച്ച് തന്നെ ആ സോഫ്റ്റ്വെയർ അത് വിലയിരുത്തി അതിൻ്റെ റിസൾട്ട് വരും. അപ്പോൾ നിലവിൽ കുട്ടികളിൽ ഇപ്പോൾ ഒരു 10th കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു +1 കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ആ കുട്ടിയുടെ കറക്റ്റായിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡുകൾ തിരിച്ചറിയാനുള്ള ഒരു അവസരം ആണ്. അപ്പോൾ ആ കുട്ടി അപ്പോൾ തന്നെ ആ കുട്ടിക്ക് തീരുമാനം എടുക്കാം, ഇതാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ്, ഇതാണ് എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഒരു ലക്ഷ്യബോധത്തോടു കൂടി തന്നെ ആ കുട്ടിക്ക് തൻ്റെ ഭാവിയെ നോക്കിക്കാണാനും ജീവിത വിജയം കണ്ടെത്താനും സാധിക്കും. അപ്പം നിലവിൽ ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളെല്ലാം 0 എറേഴ്സാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ സ്വന്തം കഴിവ് അല്ലെങ്കിൽ നമ്മൾക്ക് ഏതിലാണ് ഏറ്റവും ആപ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത് അത് കണ്ടെത്താതെ മറ്റു പല കരിയറിലേക്കും പോകുമ്പോൾ അത് വളരെയധികം മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉള്ളവർ അതിൽ നിന്ന് മാറുകയാണോ അതോ ഇഷ്ടമില്ലാഞ്ഞിട്ടും ആ തൊഴിൽ തുടർന്നു കൊണ്ടുപോവുക തന്നെയാണോ വേണ്ടത്? അതെപ്പോഴാണ് എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ്. അതെ, അതായത് ഇപ്പോൾ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പാഷൻ, നമ്മളെപ്പോഴും നമ്മുടെ കരിയർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ പാഷൻ അനുസരിച്ചിട്ടുള്ള കരിയർ സെലക്ട് ചെയ്യണം. അപ്പോൾ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ പറ്റുള്ളൂ. പക്ഷേ ഇന്നത്തെ കാലത്ത് പലരും മറ്റു പല സമ്മർദ്ദങ്ങൾക്കും വിധേയരായിട്ട് അവരവരുടെ കരിയറുകൾ സെലക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ അതുപോലെ ഫാമിലിയിൽ നിന്നുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ഒരു കരിയർ സെലക്ട് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിക്കും അതുപോലെ ഇദ്ദേഹത്തിൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിനും യോജിക്കാത്ത രീതിയിലുള്ള ഒരു കരിയർ ആയിരിക്കും ഒരു വ്യക്തി സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഇത് വളരെയധികം നമ്മൾ പറയില്ലേ ഒരു ഒബ്സ്റ്റാക്കിൾ, മുന്നോട്ട് പോകുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്ന ഒരു ഫാക്ടറായിട്ട് തന്നെ ഇത് അവശേഷിക്കും. അപ്പോൾ അങ്ങനെ വരുന്നൊരു സമയത്ത് തീർച്ചയായിട്ടും ആ വ്യക്തിയിൽ ഒരുപാട് സ്ട്രെസ് ഫാക്ടേഴ്സ് വരാം. അതിൻ്റെ ഭാഗമായിട്ട് വ്യക്തിക്ക് ഡിപ്രഷനോ ആങ്സൈറ്റിയോ അങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോഴാണ് ഇന്ന് കൂടുതലും ഒരു തെറപ്പിസ്റ്റിൻ്റെ സഹായം തേടുന്നത്. അപ്പോൾ ആസ് എ തെറപ്പിസ്റ്റ് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു വ്യക്തിയെ കംപ്ലീറ്റ്ലി അനലൈസ് ചെയ്ത് വരുമ്പോൾ ഇദ്ദേഹത്തിന് വർക്കിംഗ് സ്പേസിലാണ് ഇദ്ദേഹത്തിന് ബുദ്ധിമുട്ടുള്ളത് എന്ന് ഒരു തെറപ്പിസ്റ്റ് മനസ്സിലാക്കുകയാണെങ്കിൽ ആ സമയം വീണ്ടും കരിയർ ടെസ്റ്റുകൾ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നിലവിൽ ഈ വ്യക്തി ഏതൊരു കരിയറിലാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ ബെറ്റർ ഒരു കരിയർ ഓപ്ഷൻ ഇദ്ദേഹത്തിന് സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള, അതായത് ഇദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡിനും യോജിച്ച ഒരു കരിയർ അദ്ദേഹത്തിന് സെലക്ട് ചെയ്ത് കൊടുത്ത് നിലവിലുള്ള കരിയറിനോട് കൂടി മെർജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വ്യക്തി ഒരു സോഫ്റ്റ്വെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇദ്ദേഹത്തിന് പക്ഷേ ഏറ്റവും അധികം മുൻതൂക്കം വന്നത് ഇപ്പോൾ നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിനെ ഒരു കൗൺസിലിങ്ങിന് വിധേയനാക്കുമ്പോൾ നമ്മൾ കുറേ ചോദ്യങ്ങൾ ചോദിക്കുക, അദ്ദേഹവുമായിട്ട് അത്രമാത്രം ഇൻറ്ററാക്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫിയിൽ അല്പം ഇൻട്രസ്റ്റ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഹോബി അതാണ് എന്നറിയുകയാണെങ്കിൽ നമ്മൾ ആ ഹോബിയെ ബൂസ്റ്റ് ചെയ്യാനുള്ള
ആ രീതിയിലുള്ള ഒരു അഡ്വൈസാണ് അദ്ദേഹത്തിന് കൊടുക്കുക. അപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഈ നിലവിലുള്ള കരിയറിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ പാഷനും രണ്ടും മിങ്കിൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമ്പോൾ അവിടെയുള്ള സ്ട്രെസ് ഫാക്ടർ താഴോട്ട് പോകാൻ തുടങ്ങും. ഇദ്ദേഹത്തിന് ഒരു ഹാപ്പിനെസ്സും അതുപോലെ ലൈഫിൽ ലക്ഷ്യബോധങ്ങളും എല്ലാം ഉണ്ടാവും. എനിക്ക് തോന്നുന്നു കൂടുതലും പേരൻസിനാണ് ഇതേ കാര്യത്തെക്കുറിച്ച് കുറച്ചും കൂടി അവബോധം ഉണ്ടായിരിക്കേണ്ടത്. കാരണം പേരൻസിന് അവരുടെ കുട്ടികൾ ഇന്നതാവണം എന്നുള്ള ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുട്ടികളെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ എന്താണ് കുട്ടികളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ കഴിവുകൾ, അല്ലെങ്കിൽ ഏതിലാണ് അവർക്ക് കൂടുതലായിട്ട് ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കുക എന്ന് തിരിച്ചറിയാതെയാണ് പല പേരൻസും മക്കളെ നിർബന്ധിക്കുന്നത്. അപ്പോൾ പേരൻസിനും ഇതേക്കുറിച്ചൊരു അവബോധം ഉണ്ടായിരിക്കേണ്ടത് വേണം, തീർച്ചയായിട്ടും വേണ്ടതാണ്. ഇന്നിപ്പോൾ നിലവിൽ ഒരു 3/4 സ്കൂളുകളിലെല്ലാം തന്നെ ഹയർ സെക്കൻഡറി ലെവലിലും കരിയർ കോച്ചിങ് എല്ലാ കുട്ടികൾക്കും അതോടൊപ്പം പാരൻസിന് പ്രത്യേകത്തിലുള്ള ട്രെയിനിങ്ങുകളും കൊടുത്തു വരുന്നുണ്ട്. അപ്പോഴാണ് അവർക്കും കുട്ടികൾ ആ ഒരു കാലഘട്ടത്തിൽ മെഡിസിൻ അല്ലെങ്കിൽ എൻജിനീയറിംഗ് എന്നുള്ള 2 ഓപ്ഷൻ്റെ അല്ലെങ്കിൽ ബിടെക് ഈ 3 രീതിയിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരുന്നു കരിയറിൻ്റെ സെക്ടർ പോയിരുന്നത്. ഇന്ന് ആ ഒരു സെക്ടറിൽ വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഉണ്ട് പ്രൊഫഷണൽ കോഴ്സുകളും ഉണ്ട്. സ്വാഭാവികമായിട്ടും ഇന്ന് ഇപ്പോൾ മെട്രോപൊളിറ്റൻ സിറ്റികളിലാണ് കൂടുതലായിട്ടും ഈ കരിയർ ടെസ്റ്റുകളെല്ലാം പ്രാബല്യത്തിലുള്ളത്. ഇത് ഇപ്പോൾ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ കേരള നോളജ് ഇക്കണോമി മിഷൻ KKEM എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം വഴി ഇതിപ്പോൾ നമ്മുടെ പഞ്ചായത്ത്, വില്ലേജ് ഈ തലങ്ങളിലേക്കെല്ലാം വ്യാപിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള കരിയർ ടെസ്റ്റുകൾ. എപ്പോഴാണ് മാം ഒരു കരിയർ ടെസ്റ്റിന് നമ്മൾ വിധേയരാകേണ്ടത്? കാരണം ഏതൊരു ഘട്ടത്തിലാണ്? അതായത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഘട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഏറ്റവും അനുകൂലമായൊരു സാഹചര്യം എന്ന് പറയുന്നത് 10th ആണ്. നേരെ മറിച്ച് ഒരു ICSE സ്കൂളിലുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് കരിയർ ടെസ്റ്റ് നടത്തേണ്ടത് 8th അതെന്താണ് അങ്ങനെ ഒരു? അതാ സിലബസിൻ്റെ പ്രത്യേകതകൾ. ആ ഒരു സമയത്ത് ആവുമ്പോൾ നമുക്ക് ഏത് കോഴ്സ് എടുക്കണം എന്ന് കുറച്ചും കൂടിയും അറിയാനും അതേ രീതിയിലേക്ക് പോവാനും സാധിക്കും. പക്ഷെ ഇന്ന് പലപ്പോഴും ഇത്തരത്തിൽ അങ്ങനെ ഒരു കരിയർ ടെസ്റ്റ് ഉണ്ട് എന്ന് പോലും അറിയാത്ത ആളുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യകത ഇന്നത്തെ കാലത്ത് എത്രത്തോളം ഉണ്ട്? ഇന്നത്തെ കാലത്ത് നമ്മൾ പറയുന്നത് പോലെ നമുക്ക് ഏറ്റവും ജീവിക്കാൻ വേണ്ടത് വായു, വെള്ളം, പാർപ്പിടം എന്നുള്ള ആ ഒരു 3 കോൺസെപ്റ്റിൻ്റെ കാലഘട്ടത്തിൽ കൂടെ ഇന്ന് പലതും അഡീഷണലായിട്ട് ചേർക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് ജീവിക്കാൻ വായു, വെള്ളം, പാർപ്പിടം എന്നുള്ളതിൻ്റെ അപ്പുറം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കരിയർ എന്നും കൂടെ ചേർക്കണം. എന്നാലാണ് ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വിജയം കണ്ടെത്തുമ്പോഴാണ് നമ്മളും അതുപോലെ ചുറ്റുമുള്ള ആളുകളും പ്രപഞ്ചവും എല്ലാമായിട്ട് നല്ലൊരു ബന്ധം അവിടെ സ്ഥാപിക്കാൻ പറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ ഈ വ്യക്തികളുടെ സ്ട്രെസ് ഫാക്ടർ ഒരുപാടാവുമ്പോൾ തന്നെ നോർമലായിട്ടുള്ള ജീവിതം വളരെ ബുദ്ധിമുട്ടിലേക്കാവും. ഒരു ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞ് ഇതല്ല എന്ന് തിരിച്ചറിയുന്നതിനേക്കാൾ നല്ലത് ഇത്തരത്തിലുള്ള ഒരുപാട് ടെസ്റ്റുകൾക്ക് വിധേയരായിക്കൊണ്ട് കൃത്യമായിട്ടുള്ള കരിയർ കണ്ടെത്തി പോകുന്നത് തന്നെയാണ് അല്ലേ? അതെ. ഓക്കെ ഡോക്ടർ, നമ്മുടെ സമയം ഇവിടെ കഴിയുകയാണ്. ഇന്ന് ആരോഗ്യരംഗം ചർച്ച ചെയ്തത് ഒരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മാം പറഞ്ഞതുപോലെ തന്നെ ഇന്ന് അതിന് അത്യാവശ്യമായിട്ടുള്ള ഒരുപാട് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ഇത്തരം ടെസ്റ്റുകൾക്ക് വിധേയരായിക്കൊണ്ട് നമ്മുടെ കഴിവ് സ്വയമായി കണ്ടെത്തുകയും അതുപോലെ തന്നെ ഈ ടെസ്റ്റുകൾ വഴി നമുക്കത് കൂടുതൽ ഏത് കരിയറിലേക്കാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായിട്ട് നമുക്കത് മനസ്സിലാക്കിക്കൊണ്ട് ആ കരിയറിലേക്ക് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കരിയർ സംബന്ധമായിട്ടുള്ള എല്ലാ മാനസിക സമ്മർദ്ദങ്ങളും ഒഴിവാക്കാനായിട്ട് സാധിക്കും. ആരോഗ്യരംഗത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി കാണാം. നന്ദി, നമസ്കാരം.